ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഷൈൻ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് രാവിലെയൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് പെട്രോൾ കിട്ടാത്ത പോലെ എയർ പിടിച്ചിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് പോലെയാണ് നമുക്ക് ഇന്ന് ഓടിച്ചു നോക്കുമ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, ഫുൾ ചെക്കപ്പ്, ഫോർക്ക് ഓയിൽ ലീക്കിൻ്റെ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത്, ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടെന്ന് നമ്മൾ രണ്ട് ടയറും ഇതുമ്പോൾ കിടക്കുന്നത് റീസോൾ ചെയ്ത ടയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച വെട്ടൽ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയൊരു കംപ്ലയിൻസുകൾ കേട്ടോ. പിന്നെ സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ലൈൻഡറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. എന്നാൽ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതായത് ലൈൻഡർ ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം. പിന്നെ ടയർ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ മോശമാണ്. രണ്ട് ടയർ, ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ടയർ, അത് ശരിക്കും പറഞ്ഞാൽ അത് മാറ്റി കമ്പനി ടയർ മേടിച്ചിടുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് അന്യ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. അതാ ഒരു പാളിച്ചും ഹാൻഡിലും ബലമൊക്കെ അനുഭവപ്പെടുന്നത് അതിൻ്റെയാണ്. പിന്നെ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, അതായത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്ത് വിടാം. എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്, അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് എടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി കൂട്ടത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നത് SF സോണിക്കിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വോൾട്ട് ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും 12.5 വോൾട്ടുള്ള ബാറ്ററി ശരിക്കും ആംബിയർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ആംബിയർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസ് കൂടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ്, ബാറ്ററി ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമാണ് സെൽഫ് വണ്ടി സ്റ്റാർട്ട് ആവാത്തതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റിയാലാണ് നമുക്കത് സെൽഫ് വർക്കിംഗ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ മോട്ടർ വർക്കിംഗ്, അതായത് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ എടുക്കുന്നുണ്ട്, അത് ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. മോട്ടറിൻ്റെ കാർബൺ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അഴിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ അഴിച്ചു വിട്ടിട്ടുണ്ട് ഓയിൽ മാറ്റാനായിട്ട്. തീരെ മോശം അവസ്ഥയെന്ന് പറയാനില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, മാറേണ്ട ടൈമാണ്. അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. ഇപ്പോൾ നിൽക്കുന്നത് 30,009 എന്ന ഡിജിറ്റലിൽ നിൽക്കണം. ശരിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ ചില കേസിൽ മീറ്റർ മെക്കാനിസം കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ ലോഡ് വന്ന സമയത്ത്. കാരണം ഇങ്ങനെ ഓരോ കൗണ്ട് മാറുന്നതിൻ്റെ അനുസരിച്ചിട്ട് കേബിൾ ലോഡായേക്കണതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കേബിൾ മാറ്റിയിട്ടാലും മീറ്റർ വർക്കിംഗ് ആവില്ല, അതായത് കിലോമീറ്റർ കാണിക്കില്ല. നേരെ മറിച്ച് സ്പീഡ് കാര്യങ്ങൾ വർക്കിംഗ് ആവും. മറ്റേന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡോമീറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ മെക്കാനിസം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മെക്കാനിസമായിട്ട് മാറ്റി വയ്ക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇനി അതല്ല, അപ്പോൾ ഓൾറെഡി മീറ്ററും വർക്കിംഗ് അല്ല, അത് സ്പീഡും കാണിക്കുന്നില്ല, സൂചി അനങ്ങുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് കേബിൾ ടൈറ്റ് ആയിട്ടാണ് ആ പ്രോബ്ലം. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം തന്നെ വരുന്നത് കിലോമീറ്ററിനനുസരിച്ചിട്ടാണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എൻജിൻ ഓയിൽ വരാം, സർവീസ് വരാം. അതിനോടനുബന്ധിച്ച് ഒന്നല്ല റിപ്പയറിങ്ങും വന്നത് കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റർ കേബിൾ മാറ്റി റെഡി ആക്കി ഇടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ മറ്റേ ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് ഡേസ് പറഞ്ഞിട്ട് നമ്മളത് അഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് അഴിച്ചിട്ടില്ല നിലവിൽ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡസ്റ്റ് സീലിൻ്റെ ഗ്യാപ്പ് കൂടെ പൊട്ടിയിരിക്കുന്നുണ്ട്, ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോർക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ 2 ഫോർക്കിൻ്റെയും കൂടിയിട്ട് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ നമുക്ക് ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആയാലും യൂണിക്കോണിൻ്റെയൊക്കെ ആണെങ്കിലും നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000 രൂപ താഴെ, 900-950 രൂപയാണ് സാധാരണ രീതിയിൽ നമുക്ക് അതിൻ്റെ ഫോർക്ക് ഓയിൽ സീല്, ഓയിൽ, ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം വന്ന എമൗണ്ട് അതാണ്. പിന്നെ നമുക്ക് ചില കേസിൽ നമ്മളിത് അഴിക്കുന്ന സമയത്തുള്ള ഈ ഫോർക്കിൻ്റെ പൈപ്പ്, ഈ വന്ന സ്റ്റീൽ പൈപ്പ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചാലാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇത്രയും ഭാഗത്ത് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ല. പക്ഷേ ഇതിൻ്റെ ഈ വർക്ക് ചെയ്യുന്ന ഈ ഭാഗങ്ങളിൽ വല്ല പ്ലേറ്റിങ്ങിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വല്ല ഡോട്ട് പോലെ കിടക്കുകയോ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റീൽ പൈപ്പ് മാറ്റേണ്ടി വരും. കാരണം മാറ്റിയിട്ട് ഓയിൽ ഇട്ടാലാണ് നിൽക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കേസിട്ട് നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ഫോർക്ക് ഓയിൽ സീൽ മാറ്റുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് പറയാം. ഇപ്പോൾ തന്നെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അഴിച്ചിട്ട് അതിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർക്ക് പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറ്റാനും കൂടി തയ്യാറായിട്ട് വേണം നമ്മളത് അഴിക്കാനായിട്ട്. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ.
കാരണം അതല്ലെങ്കിൽ നമ്മൾ അഴിച്ച് വെറുതെ ഓയിൽസിൽ മാറ്റിയിട്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തൽക്കാലം ഓയിൽസിൽ മാറ്റുന്നതിൽ വലിയ കഥയില്ല, മാറ്റാതിരിക്കാം. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പൈപ്പിന് കംപ്ലയിൻ്റ് ഇല്ല. പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്, കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അടിഭാഗത്ത് വർക്ക് ചെയ്യണ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫോർക്ക് ഓയിൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ട് നമ്മളതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും വർക്ക് ചെയ്യും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡ് കുഴപ്പമൊന്നുമില്ല, നല്ല പാഡാണ്. നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഈ കാലിപ്പർ ബ്രാക്കറ്റ് മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയേക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ആക്സിലേറ്റർ കേബിൾ കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകും ഒരു സംഭവം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നല്ല പ്ലഗാണ് കിടക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാർബറേറ്ററിൻ്റെ കേസാണ്. നമുക്ക് ആ രാവിലെ മോർണിംഗിൽ കുറേ നേരമൊക്കെ വണ്ടി ഇരുന്നതിന് ശേഷം എടുക്കുമ്പോഴും ആ കാണിക്കുന്ന കംപ്ലയിൻറ്റ് വരുന്നത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റാണ്. അത് നമുക്ക് ശരിക്കും കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. സ്ലോ ജെറ്റ് മാത്രം നമുക്കൊന്ന് മാറ്റി ബാക്കിയത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. ശരിക്കും ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റുകൾ ഈ കാർബറേറ്ററിന് വന്നിട്ടുണ്ട് പറയാൻ. കാരണം അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ശരിക്കും ഒരു ഫംഗസ് പിടിച്ചില്ല, പൂപ്പലായി പിടിച്ചേക്കണ പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോള് എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, കാർബറേറ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമ്മൾ. കാരണം അത് അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഈ എത്തനോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അലുമിനിയം ബോഡിയാണ് നമ്മുടെ കാർബറേറ്റർ വരാം. അപ്പോൾ അതുമായി കെമിക്കൽ റിയാക്ഷൻ വരുമ്പോൾ ചെറിയ ഭാഗങ്ങളിൽ ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാം നമുക്കൊരു ഫംഗസ് പിടിച്ച ഒരു എന്താ പറയുക ഒരു കോട്ടിങ്ങൊക്കെ പോയൊരവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും. സാധാരണ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരാറ് ഒന്ന് മിസ്സിങ് ആയിട്ട് കാണിക്കും. അതല്ലെങ്കിൽ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലയിൻ്റ് ആയിട്ട് വരും. അതായത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ റെഡിയാക്കാമെന്ന് നോക്കിയാലും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട് സാധാരണ രീതിയിൽ. അതേ ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ ഈ നീഡിൽ ഈ ഭാഗത്തായിട്ടും തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ആ ഹോളൊന്നും അടയാത്തൊരു കണ്ടീഷനിൽ അങ്ങനെ പ്രശ്നം കാണിക്കാറുണ്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ അഴുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടതാണ്ട ഇതൊക്കെ അതേപോലെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ വരാറുണ്ട് സാധാരണ. അങ്ങനെ വരുമ്പോഴാണ് ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നമൊക്കെ മെയിനായിട്ട് വരാം. സാധാരണ ഓവർഫ്ലോ ആണ് വരാറ്. ഓവർഫ്ലോ എന്ന് വെച്ചാൽ കാർബറേറ്റർ മാറ്റി വയ്ക്കാനൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം. ഷൈനാണ് 100% അതിൻ്റെ മോർണിംഗിൽ മിസ്സിങ്ങിൻ്റെ കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പം ഇന്ന് നമ്മൾ എടുക്കുമ്പോൾ കാണിച്ച കംപ്ലയിൻറ്റിൻ്റെ ഒരു 80% ഇന്നിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്താക്കി എടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ ഏകദേശം നമുക്ക് വരുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. എത്ര നമുക്ക് കോസ്റ്റ് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ഇപ്പോൾ നമ്മൾ ക്ലോസിങ് ടൈമാണ്. അപ്പോൾ രാവിലെയാണ് ഇനി ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാൽ കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒന്ന് നമുക്ക് ജനറൽ സർവീസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ കാർബറേറ്റർ ക്ലീനിങ് അതിൻ്റെ ക്ലീനർ വരും, സ്ലോ ജെറ്റ് വരുന്നുണ്ട്, എൻജിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, സ്പീഡോമീറ്റർ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ അതിനകത്ത് വരുന്നത്. ബാറ്ററിയും ഇപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് ബാറ്ററിയും കൂടി നമ്മളതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് പെർമിഷൻ കിട്ടിയാൽ നമ്മൾ ചെയ്യുള്ളൂ. എസ്റ്റിമേറ്റിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ടയറിൻ്റെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് പറഞ്ഞുതരാം. റിപ്ലൈ ഒന്ന് വാട്സാപ്പിൽ തന്നെ ഇട്ടാൽ മതി. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല, വാട്സാപ്പിൽ തന്നെ ഇട്ടാലും മതി. അല്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.